അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഏറെ ബഹുമാനം നിറഞ്ഞ ഈ ഇഫ്താർ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, കുവൈത്ത് ഇസ്ലാമിക് കൗൺസിലിൻ്റെ സമാദരണീയനായ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈളി, ഇസ്ലാമിക് കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ അടക്കമുള്ള പ്രിയങ്കരായ നേതാക്കൾ, KKMA പ്രതിനിധീകരിച്ച് ഈ സംഗമത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രസിഡന്റ് KC റഫീഖ് സാഹിബ്, കുവൈത്ത് കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സമാദരണീയനായ ഇഖ്ബാൽ മാവിലാട്ടം സാഹിബ്, ഈ സംഗമത്തിലും തുടർന്ന് ഇന്ന് രാത്രി നടക്കുന്ന പ്രഭാഷണ പരിപാടിയിലും പങ്കെടുത്ത് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നാട്ടിൽ നിന്നെത്തിയ പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ സുഹൃത്ത് മുസ്തഫ ഹുദവി ആക്കോട്, ഇസ്ലാമിക് കൗൺസിലിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പ്രിയങ്കരായ ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചു കൂടൽ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ ഏറ്റവും പവിത്രമായ ഒരു കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാം ഏറ്റവും പുണ്യമായി കണക്കാക്കുന്ന ഒരു പരിപാടിയിലാണ് നമ്മളൊക്കെ സംഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായി കണക്കാക്കുന്നതാണ് വ്രതം അഥവാ നോമ്പ്. മറ്റു ആരാധനാകർമ്മങ്ങളെ അപേക്ഷിച്ച് സൃഷ്ടാവായ തമ്പുരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പ് എനിക്ക് പ്രത്യേകമുള്ള കർമ്മമാണ് എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ ഈ ഉമ്മത്തിനെ അറിയിക്കാൻ പ്രവാചകർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചതാണ്. മറ്റെല്ലാ കർമ്മങ്ങളും ഒരു മുസ്ലിം നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരവും അവൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടും തന്നെയാണ്. പക്ഷേ നോമ്പിനെ കുറിച്ച് പ്രത്യേകമായി അള്ളാഹു പറഞ്ഞത് അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്ക് പ്രത്യേകമുള്ള ഒരു ആരാധനാ കർമ്മമാണ്, അതിനു ഞാൻ അതിനനുസരിച്ച് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്ന് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ വചനമായി ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിമലമാക്കാനും നമ്മളിലുള്ള മാനുഷികമായ കഴിവുകളെ, സ്വഭാവങ്ങളെ പരിപോഷിപ്പിക്കാനും പൈശാചികമായ മൃഗീയമായ ചിന്തകളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താനും വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള മാനുഷിക മൂല്യങ്ങളെ പരിപോഷിപ്പിക്കാനും പൈശാചികവും മൃഗീയവുമായ സ്വഭാവങ്ങളെ നിങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയാണ് വ്രതം നിങ്ങൾക്ക് നിർബന്ധ ബാധ്യതയായി കൽപ്പിക്കുന്നത് എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തഖ്വ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുമൊക്കെ പറയുന്ന നിരവധി അർത്ഥകൽപ്പനകളുണ്ട്. അതിന്റെ എല്ലാം രത്നച്ചുരുക്കം ഇവിടെ പറഞ്ഞതാണ്. അഥവാ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സൂക്ഷ്മമായി ഇതിനെ നിരീക്ഷിക്കുന്ന ഒരു തമ്പുരാൻ നമുക്ക് മീതെയുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാക്കി തരാൻ വേണ്ടിയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ മനുഷ്യർ സഹജീവികളോട് കൂടുതൽ കരുണ കാണിക്കുകയും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യും. നമ്മളിലുള്ള ദുഷിച്ച ചിന്താഗതികൾ, അഹങ്കാരവും അകപ്പെരുമയും അതുപോലുള്ള ദോഷകരമായ എല്ലാ ചിന്താഗതികളെയും നമ്മളിൽ നിന്ന് വിഭാടനം ചെയ്യാനും നോമ്പുകൊണ്ട് സാധിക്കും എന്നതാണ് തഖ്വ എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക പണ്ഡിത ലോകത്തെ പ്രമുഖ പണ്ഡിതരിൽ ഒരാളായ തൽഖ് ഇബ്നു ഹബീബ് എന്നവർ പറയുന്നുണ്ട് തഖ്വയെക്കുറിച്ച്, ഇദാ വഖഅത്തിൽ ഫിത്നതു ഫഅത്ഫിഉഹാ ബിത്തഖ്വ. നിങ്ങളിൽ ഒരു പ്രശ്നം ഉടലെടുത്താൽ ആ പ്രശ്നത്തെ നിങ്ങൾ തഖ്വ കൊണ്ട് കെടുത്തിക്കളയണം. അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിച്ചു, എങ്ങനെയാണ് പ്രശ്നത്തെ തഖ്വ കൊണ്ട് കെടുത്തിക്കളയണം എന്ന് അങ്ങ് പറയുന്നത്? അന്ന് ഒന്ന് വിശദീകരിച്ചാലും. മഹാനവറുകൾ പറഞ്ഞു, അൻ തഅമല ബിത്വാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ് റജാഅ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് തഖ്വ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതോടൊപ്പം തർക്കു മആസില്ലാഹി അലാ നൂരിൻ മിനല്ലാഹി മഖാഫത അദാബില്ലാ. അല്ലാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരുമ്പോൾ അവന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുക. അതിനും അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരു പ്രകാശത്തിന്റെ വെളിച്ചത്തിലാവുക എന്നതാണ് തഖ്വ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മഹാനവറുകൾ വിശദീകരിച്ചു. നമ്മുടെ ജീവിതത്തെ അല്ലാഹു നമുക്ക് പരത്തിത്തരുന്ന ഒരു പ്രകാശത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, നന്മയുടെ കാര്യത്തിലും തിന്മയുടെ കാര്യത്തിലും ഒക്കെ എന്നതാണ് അതിന്റെ രത്നച്ചുരുക്കം. നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടായിരിക്കുക. അതിന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അല്ലാഹു ആയിരിക്കണം. തെറ്റിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കേണ്ടത് അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. ആളുകൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന ഭയപ്പാടിലാകാൻ പാടില്ല. നന്മകൾ പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ. ഈ വിശുദ്ധ മാസത്തിൽ മുസ്ലിം സമൂഹം ധാരാളം നന്മകൾ ചെയ്യുന്ന മാസമാണ്. എല്ലാവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ തൽഖ് ഇബ്നു ഹബീബ് തങ്ങൾ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അല്ലാഹു ആയിരിക്കണം. അവന്റെ നൂറിന്റെ, അവന്റെ പ്രകാശത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ നന്മകൾ പ്രവർത്തിക്കേണ്ടത്. അതിന് അല്ലാഹു പ്രതിഫലം തരും, അവൻ എന്നെ ഇഷ്ടപ്പെടും എന്ന ഒരു ഉദ്ദേശ്യം മാത്രമായിരിക്കണം. അതുപോലെ ഏതെങ്കിലും ഒരു തെറ്റിന്റെ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടത് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. ആളുകൾ കാണുമല്ലോ എന്ന വിചാരത്തിലാകാൻ പാടില്ല. തെറ്റിൽ നിന്ന് പിന്മാറേണ്ടതും നന്മക്ക് നമ്മൾ പ്രേരിതരാകുന്നതുമെല്ലാം
അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം, സൃഷ്ടാവിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ഈ രാജ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മ പ്രദാനം ചെയ്യട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ഈ രാജ്യത്തെ നല്ല രീതിയിൽ നയിക്കാനും സുഭിക്ഷമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന സഖാഅൻ റഖാഅൻ വസായിറ ബിലാദിൽ മുസ്ലിമീൻ വവഫിഖ് അമീറൽ ബിലാദി വഅഅവാനഹു للعمل بما فيه خير للعباد والبلاد. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.